അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും നിലവിൽ മോഹൻ ബഗാൻ്റെ എക്സ് കോച്ചുമായിട്ടുള്ള ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസും കേരള ബ്ലാസ്റ്റേഴ്സുമായി കറങ്ങുന്ന റൂമറിനെ പറ്റിയിട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കാൽ സ്റ്റെഹറെ സാക്ക് ചെയ്ത് പുറത്താക്കിയതിന് ശേഷം നിലവിൽ ഒരു കോച്ചിനെ പോലും കൊണ്ടുവന്നിട്ടില്ല. ആകെപ്പാടി നമ്മുടെ ഇൻ്ററിംഗ് ഹെഡ് കോച്ചുകളാണ് നമ്മളിങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റൂമറുകളനുസരിച്ച് ഒരുപാട് കോച്ചുകളുടെ പേര് ഇതിന് മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ലൊബേറ, അബ്ബാസ്, അതുപോലെ തന്നെ ജുവാൻ ഫെറാൻഡോ, ഇവാൻ വുക്കോമനോവിച്ച്. ഇപ്പം വീണ്ടും നമ്മുടെ ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസിൻ്റെ കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സുബ്ജിത്ത് മജോദ എന്ന് പറഞ്ഞ ഒരു കൊൽക്കത്തൻ ന്യൂസ്, എന്ത് പേരാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ട്വീറ്റിൽ എങ്ങനെയാണ് പറയുന്നത്, എക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്വന്തം നാട് ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസിനെ വിളിക്കുന്നു എന്നൊക്കെയാണ്. അതൊരു വലിയൊരു സിഗ്നലാണ് എന്നാണ് എനിക്ക് ഞാൻ ഈ എക്സ് എന്നധികം യൂസ് ചെയ്യാറില്ല. സോ ഞാൻ ഒരു റിപ്പോർട്ടിൽ കണ്ടനുസരിച്ചിട്ടാണ് ഈ ഒരു ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചത്. സുബ്ജിത്ത് മജോദ എന്ന് പറയുന്ന ഒരു ട്വീറ്റാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ടോപ്പ് ക്ലാസ് കോച്ചാണ്. ഇവാൻ വുക്കോമനോവിച്ചിനൊക്കെ ശേഷം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് ഒരു ട്രോഫി പോലും അടുപ്പിക്കാത്ത ഇവാൻ വുക്കോമനോവിച്ചിന് ഞാൻ എന്തിനാ അത്രയും ഹൈപ്പ് കൊടുക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് വഴിയേ പറയാം. ഇപ്പോൾ ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസിൻ്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇപ്പോൾ ഇൻ്റർകാശി എന്ന് പറഞ്ഞ ഒരു ക്ലബിനെയാണ് ഇപ്പോൾ ഐ ലീഗിൽ പരിശീലിപ്പിക്കുന്നത്. അവർ ആണെങ്കിൽ ഈ സീസണ് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടീമും കൂടിയാണ് ഐ ലീഗിൽ. സോ അവിടെ നിന്ന് അബ്ബാസിനെയൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുവരാ വെച്ചാൽ ഭയങ്കര പണിയുള്ള ഒരു കാര്യമാണ്. കാരണം തീർച്ചയായും ഇൻ്റർകാശി പ്രമോഷൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ്. പ്രത്യേകിച്ച് ഐ ലീഗിൽ ഇപ്പം ലീഗ് ടൈറ്റലിനായിട്ടുള്ള ഒരു ഒന്നാം സ്ഥാനത്തിനായിട്ട് വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരുടെ മാർക്കും ഏകദേശം ഒരുപോലെയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാനങ്ങനെ ഐ ലീഗ് കാണലില്ല, ISL മാത്രമേ കാണലുള്ളൂ. സോ ആരായിരിക്കും ISLലേക്ക് അത് വെച്ച് പ്രമോഷനല്ല ചെയ്യുക. അപ്പം അവിടെ നിന്ന് ഇപ്പം ഈ ഒരു അബ്ബാസിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. നല്ല പൈസ തന്നെ പൊട്ടിക്കേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാലോ, ഇവാൻ വുക്കോമനോവിച്ച് ആണെങ്കിൽ നമുക്കൊന്നൊരു പേടിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. ആ ഒരു ആൾക്ക് അത്ര വലിയ പൈസയോ സാലറി ഒന്നും വേണ്ട. ടീമിന് സപ്പോർട്ടായ ടീം മാനായിരുന്നു ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ വിളിച്ചാൽ വരാൻ തയ്യാറായിട്ടുള്ള ഒരു കോച്ചാണ് ഇവാൻ വുക്കോമനോവിച്ച്. സോ അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരിക എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു വാർത്തയും കൂടെ ഉണ്ട്, അത് കൂടെ കേട്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു ഇറ്റാലിയൻ കോച്ചിൻ്റെ റൂമർ പരന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ആ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തപ്പോൾ കോൺട്രാക്റ്റ് അയാൾ നിരസിച്ചിരിക്കുകയാണ്, അതായത് റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമായി. കാരണം അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഫ്ലോപ്പ് കോച്ചാണ്. മിക്കാൽ സ്റ്റെഹറയുടെ രണ്ടാമൻ പോലും ആവുമായിരുന്നു. കാരണം ആ മിക്കാൽ സ്റ്റെഹറിൻ്റെ അത്ര പോലും ഇല്ല ഈ ചെങ്ങായിയൊന്നും. നിങ്ങൾ നോക്കിയാൽ മതി, കപ്പ് ട്രോഫി ലോജിക്കൊക്കെ അത് എവിടെയാണ് ഇന്ത്യ ISL പോലും ISL അതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്, അറിയോ? ഈ ലിത്വാനിയൻ ലീഗിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് എന്ന് പറഞ്ഞത്. അതിനേക്കാൾ എത്രയോ ഫാറാണ് ഇപ്പോൾ ഉള്ള മോഹൻ ബഗാനൊക്കെ. നിങ്ങൾ നോക്കുക, അവരുടെയൊക്കെ സ്ക്വാഡ് അത്രത്തോളം വലുതാണ്. സോ നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് പോലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കോച്ച് വരില്ല, ഉറപ്പായിട്ടുണ്ട്. ഈ കോച്ചിനെ അല്ല നമ്മൾ നോക്കുന്നത്. മാത്രമല്ല, ഈ കോച്ച് റിജക്റ്റും ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺട്രാക്റ്റ്. നല്ല കാര്യം. അപ്പോൾ അബ്ബാസിൻ്റെ കാര്യമാണ് കറങ്ങുന്നത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അബ്ബാസിൻ്റെ കാര്യം നടക്കില്ല. അവസാനം ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കാര്യം തന്നെ ഈ മാനേജ്മെൻറ്റ് പിടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇവാൻ വുക്കോമനോവിച്ച് തന്നെയാണ് ശരിയെന്ന് കുറേ ആൾക്കാർ ഇവാൻ വുക്കോമനോവിച്ചിനെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവാനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക, എന്താ പറയുക, 10ാം സ്ഥാനത്ത് കിടന്നിരുന്ന ഒരു ടീമിനെ പിടിച്ചിട്ടാണ് ഇവാൻ വുക്കോമനോവിച്ച് നമ്മളെ ഫൈനൽ വരെ രണ്ടാമത്തെ സീസൺ, പിന്നീട് വന്ന സീസൺ എത്തിച്ചത്. ആ കോവിഡ് സീസണിൽ 2022 സീസൺ. പിന്നെ അവിടെ നമുക്ക് അടുപ്പിച്ച് 3 സീസൺ പ്ലേ. നിങ്ങൾ പറയും, നിങ്ങൾ മിഡ് ടേബിൾ ക്ലബ്ബുമാർ എപ്പോഴും പ്ലേ ഓഫ് ഫോക്കസ് ചെയ്യുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ പ്ലേ ഓഫ് പോലും ഡിസൈഡ് അല്ല, അതാദ്യം മനസ്സിലാക്കണം. നമ്മളൊരു 10ാം സ്ഥാനത്ത് ഏറ്റവും ഫ്ലോപ്പ് ടീമാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ നോക്കുക, ഇപ്പം ISL കളിക്കുന്ന 13 ടീമുകളിൽ 13ൽ 12 ടീമിനും കപ്പുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഒരു ട്രോഫി പോലും 11 കൊല്ലമായി ക്ലബ്ബ് ഫോമായിട്ട്. എന്നിട്ട് പോലും ഒരു ട്രോഫി, ഒരു കണ്ടം കപ്പെങ്കിലും ഉണ്ടാവുക, അതുമില്ല. ഇപ്പോൾ സൂപ്പർ കപ്പ് വരുന്നുണ്ട്, അതെങ്കിലും നേടാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.